അഭ്യൂഹങ്ങൾക്കും ആകാംക്ഷകൾക്കും വിരാമമിട്ട് കോഴിക്കോട്ടെ വടകര സബ് ട്രഷറി ഓഫീസിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിലവറ തുറന്നു. ഏകദേശം 1 മീറ്റർ നീളവും 3/4 മീറ്ററോളം വീതിയുമുള്ള ഇരുമ്പറയ്ക്കുള്ളിൽ നിന്നും ഒന്നും ലഭിച്ചിട്ടില്ല. ബ്രിട്ടീഷ് ഭരണകാലത്ത് താലൂക്കിന്റെ ആസ്ഥാന കേന്ദ്രമായിരുന്ന സബ് ട്രഷറി പ്രവർത്തിച്ചിരുന്ന ഈ കെട്ടിടം, ഇവിടെ ഇങ്ങനെയൊരു നിലവറയുണ്ട്. അത് തുറക്കുമ്പോൾ എന്തൊക്കെയാണെന്ന് കാണുവാനുള്ളൊരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നിലവറ തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. റിപ്പോർട്ട് കാണാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് കറൻസികളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഇരുമ്പറകൾ നിർമ്മിച്ചിരിക്കുന്നത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ നിലവറ ആരും ഇതുവരെ തുറന്നിരുന്നില്ല. താലൂക്ക് ഓഫീസ് ഉൾപ്പെടെ പ്രവർത്തിച്ചിരുന്ന ഈ കെട്ടിടം വർഷങ്ങൾക്ക് മുമ്പ് തീപിടിച്ച് നശിച്ചിരുന്നു. പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പഴയ കെട്ടിടം പൊളിച്ചുമാറ്റുന്ന പ്രവൃത്തി നടക്കുകയാണ്. അമൂല്യ വസ്തുക്കൾ ഉൾപ്പെടെ നിലവറക്കുള്ളിൽ ഉണ്ടായിരിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഏവരും. അസിസ്റ്റന്റ് ജില്ലാ ട്രഷറി ഓഫീസർ ടി അബ്ദുൾ റഷീദ്: പണ്ട് കാലങ്ങളിൽ കള്ളന്മാരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇത്തരം സംവിധാനങ്ങളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പല ട്രഷറികളിലും ഇങ്ങനെയുള്ള ഭൂഗർഭ നിലവറ ഇപ്പോഴും ട്രഷറിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. കോഴിക്കോട് പുതിയറ, വയനാട് വൈത്തിരി, ഇടുക്കി ദേവികുളം ട്രഷറി ഓഫീസുകളിൽ ഇത്തരം ഭൂഗർഭ നിലവറ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ പുരാവസ്തു ശേഖരത്തിലേക്ക് ഇവ മാറ്റും. വടകര RDO അൻവർ സാദത്ത്, പുരാവസ്തു ആർക്കിയോളജിസ്റ്റ് ജീവാമോൾ, വടകര സബ് ട്രഷറി ഓഫീസർ അജിത് കുമാർ, തഹസിൽദാർ D രഞ്ജിത്ത്, വടകര SI വിനീത് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിലവറ തുറന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.